ചെമ്മീൻ വട തക്കാളി ചമ്മന്തിയിൽ മുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. റൈറ്റ് കോമ്പിനേഷനാണ്. ചെമ്മീൻ വടയും തക്കാളി ചമ്മന്തിയാണ്. നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നതാണ്. ഇങ്ങനെ മുക്കുക, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ള ഐറ്റമാണ്. നമസ്കാരം, ഷെഫ് റെസിപ്പീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെമ്മീൻ വടയാണ്. ചെമ്മീൻ കൊണ്ടിട്ടുള്ളൊരു വടയാണ് ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ തക്കാളിയുടെ ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കി കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോവുക. മാക്സിമം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ചെമ്മീൻ വടയുടെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെമ്മീനാണ് ഈ കാണുന്നത്. നാരൻ ചെമ്മീനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോ നാരൻ ചെമ്മീൻ എടുത്തിട്ട് പൊളിച്ചിട്ട് വെച്ച ചെമ്മീൻ. എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയാമോ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിനു മുമ്പ് നമ്മളൊരു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ചെമ്മീൻ എങ്ങനെ പീൽ ചെയ്യാമെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഉപ്പുണ്ട്, ചില്ലി പൗഡർ, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കടലമാവ്. ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചെമ്മീൻ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ചെമ്മീൻ വടയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കതെല്ലാം ഓരോന്ന് ഇടിച്ച്, നമ്മളിവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ കല്ലിൽ ചതച്ചാണ് അത് ചെയ്യുന്നത്. നമുക്കത് കല്ലിലിട്ട് ചതക്കാം. ഇടിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് ഇഞ്ചി, ബാക്കി ചെറിയ ഉള്ളി എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഇടിച്ചിടാം. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ വട ഉണ്ടാക്കാനുള്ള ചെറിയ ഉള്ളിയും ചെമ്മീനും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി എല്ലാം നമ്മൾ ചതച്ച് എല്ലാം കൂടി റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്കതിന് വട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിൽ മസാലകൾ ഇട്ടിട്ട് നമുക്കതിനെ മിക്സ് ചെയ്ത് വട ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. അതിൽ കടലമാവുണ്ട്, ഉപ്പുണ്ട്, ചില്ലി പൗഡറുണ്ട്. കടലമാവ് എന്തിനാ ഇടണമെന്ന് വെച്ചാൽ അതെന്നാലേ മാത്രമേ അതിന് നമുക്കൊരു ബൈൻഡിങ് ഏജൻറ്റാണ്. അപ്പോൾ ആ വടയുടെ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു പകുതി സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, നമുക്ക് മുളക് ചില്ലി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞാൻ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇടുകയാണ്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ബൈൻഡിങ് ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് ബൈൻഡിങ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് തിക്കാവുന്നുണ്ടോ എന്ന് നോക്കുക. ആവുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കടലമാവാണ് ഉപയോഗിച്ചത്. നമുക്ക് കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടി ഇടാം, അതുപോലെ കോൺഫ്ലവർ, അങ്ങനെയുള്ള ഇത് നമുക്ക് മാറി ഉപയോഗിക്കാം. ഞാനിപ്പോൾ കടലമാവാണ് ഇതിന് ഉപയോഗിച്ചത്. അതുപോലെ നല്ല തിക്കായിട്ട് വരണം, എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടാം. നമുക്കിതിനെ ഇനി ഞാൻ ഷേപ്പാക്കി കാണിക്കും. ഇത് റൗണ്ട് ഷേപ്പിൽ, ബോൾ ഷേപ്പിൽ ചെയ്യാം. നമുക്കല്ലാതെ പരിപ്പോടയുടെ ഒക്കെ രീതിയിൽ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ മോൾഡാക്കി നോക്കാം. അതിനു മുമ്പ് നമുക്കിത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കയ്യിൽ നമ്മൾ തടവിട്ട് വേണം ഇത് ബോളാക്കാൻ വേണ്ടി. ബോളെല്ലാം ഷേപ്പാക്കിയിട്ട് ഓയിലേക്ക് ഇടാം. ഓയിൽ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്.
ഓയിൽ കത്തിച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഷേപ്പാക്കിയിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ചെമ്മീൻ്റെ മിക്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കതിനെ വടയായിട്ട് മാറ്റിയെടുക്കാം. അതിനുമുമ്പ് ഞാൻ ഇതിൽ എൻ്റെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടണം, അല്ലെങ്കിൽ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കും. കുറച്ച് വെളിച്ചെണ്ണ രണ്ട് കയ്യിലും ഇങ്ങനെ ഇതാക്കിയിട്ട് വേണം നമുക്ക് ആവശ്യമായ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ട, ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ ബോളാക്കാം, അതല്ല പരിപ്പുവടയുടെ ആകൃതിയിൽ വേണമെങ്കിൽ പരിപ്പുവടയുടെ ആകൃതിയിലാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻമട ഇത് മൊരിഞ്ഞു വരുന്നുണ്ട്. നമുക്കത് ഒരു സൈഡ് ആയിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സൈഡെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് കൂടി ആയാൽ മതി. ചെമ്മീൻമട രണ്ട് സൈഡും ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. വാവ്, സ്വാദിഷ്ടമായ ചെമ്മീൻ വട തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി ചമ്മന്തിയാണ്. ഇത് കൂട്ടി കഴിക്കുന്നതിനുള്ള തക്കാളി ചമ്മന്തി. അതിന് 4 തക്കാളി വേണം, ഒരു സവാള, കറിവേപ്പില, 3 മുളക്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് ഈ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. സവാള കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് വെക്കാം. ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. സവാളയും തക്കാളിയും കട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്യണം. പിന്നെ കടായി കത്തിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മളക്കിയതിന് ശേഷം നമുക്ക് ആ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇത് ഒന്ന് ചൂട് കയറണം നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക്. കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്റ്റീമൊക്കെ ആയി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് നമുക്കത് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വട റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ വട റെഡിയായിരിക്കുകയാണ്. അതിനോടൊപ്പം കഴിക്കാനുള്ള തക്കാളി ചമ്മന്തിയുടെ പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തക്കാളി ചമ്മന്തി നന്നായിട്ട് സോട്ടായി വരുന്നുണ്ട്. കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ട ഉപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഉപ്പ് മതിയാകും. അതൊക്കെ ഒന്നുകൂടി ഇളക്കുന്നു. എല്ലാം അത്യാവശ്യം സോട്ടായിട്ടുണ്ട്.
ഇതിൽ നമുക്കത് ഒന്നുകൂടി മൂടി വെക്കാം. സ്വാദിഷ്ടമായ ചെമ്മീൻ മുടക്കുള്ള തക്കാളി ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നു. അത് തുറന്നു നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. തക്കാളി ചമ്മന്തിക്കുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് തണുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തു നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് ഇതൊന്ന് പേസ്റ്റ് അടിക്കേണ്ടത്. നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം മിക്സിയിൽ ഇട്ട് നമുക്ക് പേസ്റ്റ് അടിക്കണം. തക്കാളി ചമ്മന്തിക്കുള്ള തക്കാളിയും സവാളയൊക്കെ വേവിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് മിക്സിയിലിട്ടതിന് നല്ല ഫൈനായിട്ട് പേസ്റ്റ് അടിക്കാം. പേസ്റ്റ് അടിച്ചിട്ട് നമുക്ക് വടയും കൂട്ടി കഴിച്ച് കാണിച്ചു തരാം. സ്വാദിഷ്ടമായ ചെമ്മീൻ വടയും തക്കാളി ചമ്മന്തിയും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ വട ഒന്ന് തക്കാളി ചമ്മന്തിയിൽ ഒന്ന് മുക്കി കഴിച്ച് കാണിച്ചു തരാം. ചെമ്മീൻ വട മുക്കുകയാണ് സോസിൽ, തക്കാളി ചമ്മന്തിയിൽ മുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. റൈറ്റ് കോമ്പിനേഷനാണ് ചെമ്മീൻ പടയും തക്കാളി ചമ്മന്തിയും. തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നതാണ്. ഇങ്ങനെ മുക്കുക, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ള ഐറ്റമാണ്. തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ചെമ്മീൻ വടയും തക്കാളി ചമ്മന്തിയും എന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഐ ആം സൈനിങ് ഓഫ്. ഷെഫ് സനോജ്.